മഴ ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും നാശനഷ്ടം. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം, കാര്യവട്ടം, തുമ്പ എന്നീ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന് വൈദ്യുതി ബന്ധം നിലച്ചു. കൊല്ലം മേലില ഗ്രാമപഞ്ചായത്തിലും പിറവന്തൂരിലും മരം കടപുഴകി. മേലില ഗ്രാമപഞ്ചായത്തിൽ വീടിന് മുകളിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. പിറവന്തൂർ അലിമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനു സമീപം നിന്ന് മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പുനല്ലൂർ അച്ചൻകോവിൽ കാനനപാതയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്ര അങ്കണത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരം കടപുഴകി. മരം വീണ ക്ഷേത്രത്തിലെ ആനക്കൊട്ടിൽ അടക്കമുള്ളവ പൂർണ്ണമായും തകർന്നു. കെ റോഡിൽ, ദേശീയപാതയിൽ, കഞ്ഞിക്കുഴിയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പുഴയിൽ മരം വീണ് വീട് തകർന്നു. വീട്ടിൽ ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മാവേലിക്കരയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരവും കടപുഴകി. ഒരു 3 മണിയായപ്പോഴായിരുന്നു മരം വീണത്. അടുത്ത പറമ്പിലെ മരമാണ് വീണത്. അത് ശക്തിയായിട്ടൊരു കാറ്റ് വന്ന് മരം വീണ് ഞാൻ ശബ്ദം കേട്ട് കുഞ്ഞുങ്ങളെ ഞാനും കൂടെ കിടക്കുന്നിടത്തായിരുന്നു. കേട്ട് ചാടി എഴുന്നേറ്റ് കൊച്ചുങ്ങളെ എടുത്തോണ്ട് ഓടുമായിരുന്നു. എന്നാലും കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ കല്ലും മണ്ണും ഒക്കെ വീണു. എന്നാലും എടുത്തോണ്ട് ഓടി. ഒന്നും പറ്റിയില്ല, ആപത്തിനൊന്നും പറ്റിയില്ല. ഇവിടെ ഒന്നും പറ്റാതെ എടുത്ത് അടുത്ത മുറിയിലോട്ട് ഓടുമായിരുന്നു. മുറിയെല്ലാം പോയി കിടക്കുക. ഇടുക്കി കല്ലാർകുട്ടി ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി. ചെറുതോണി കട്ടപ്പന റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഡബിൾ കട്ടിങ്ങിന് സമീപം റോഡിലേക്ക് വലിയ പാറകൾ പതിച്ചു. കാഞ്ചിയാറിൽ മണ്ണിടിഞ്ഞ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ നേരം കുടുങ്ങിക്കിടന്നു. മഴ കനത്ത സാഹചര്യത്തിൽ രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.